ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ അത്യാവശ്യമായ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട്. നമ്മുടെ MLA പ്രശ്നമാണ് നിമിഷപ്രിയയുടെ കാര്യം. ഈ നിമിഷപ്രിയയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയുണ്ട്. നമ്മുടെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളും നമ്മുടെ ചാനലുകളിലൊക്കെ വരുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാം വിവർത്തനം ചെയ്ത് MLAക്ക് പോകുന്നുണ്ട്. ആരാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ മാപ്പ് കൊടുക്കേണ്ട കുടുംബാംഗങ്ങൾ തന്നെ ഇതെല്ലാം വായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഇന്ന് തന്നെ ഉയർത്തിയിരിക്കുന്ന അവരുടെ ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരൻ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകയെ നമ്മൾ ഇരയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല അവരുടെ സഹോദരൻ എന്തോ കുറ്റവാളിയാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ അവരെ ഒരു ഇരയുടെ പരിവേഷം കൊടുക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ്. ഇതിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനും വധശിക്ഷ ഒഴിവായി കിട്ടാനുമുള്ള മാർഗ്ഗങ്ങൾ അടയാൻ ഇത്തരം പ്രചാരണങ്ങൾ കാരണമാകുമെന്ന് എന്നെപ്പോലെയുള്ള ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? നിമിഷപ്രിയയ്ക്ക് മോചനമുണ്ടാകുക. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാത്തൊരു സംയമനം, അസാധാരണമായ ഒരു സംയമനം പാലിക്കണം. വാ തുറന്ന് നമ്മളൊന്നും സംസാരിക്കാതിരിക്കുക. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും ഇന്നലെ ഈ കാര്യം എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് കമാന്ന് നമ്മൾ മിണ്ടരുത്. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പ്രവർത്തിക്കുക. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുന്നു. പല ജില്ലകളിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒക്കെ അതിശക്ത മഴയുണ്ടാകും. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 9 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം 19-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിട്ടുണ്ട്. ഇപ്പോൾ മഴയുടെ കാര്യവും അവധിയുടെ കാര്യമൊക്കെ വിശദമായി പറയാൻ വേണ്ടി നമ്മുടെ 24-ൻ്റെ ആർമി പട്ടാളം റെഡിയായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ, മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ എന്നിവർ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. കോഴിക്കോട് മലയോര മേഖലയിൽ ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്നു എന്നാണ് നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നത്. കുറ്റ്യാടി ചുരം മേഖലയിലും മഴ കാര്യമായിട്ട് പെയ്യുന്നുണ്ട്. കുറ്റ്യാടിയിൽ 13 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. തൊട്ടിൽപ്പാലം പുഴയിലും കടത്തറ പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട്. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുവെന്ന വിവരം, പശുക്കടവിൽ ഉരുൾപൊട്ടിയെന്ന സംശയം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒന്ന് കാണാം. എന്തായാലും വല്ലാത്ത മലവെള്ളപ്പാച്ചിലാണല്ലോ. ഉരുൾപൊട്ടിയതാകാം, ചിലപ്പോൾ സംശയമുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു. സമീർ, ഈ കോഴിക്കോട്ടെ പൊതുവെയുള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ കാര്യമായി മഴ പെയ്യുകയാണ്. നാളെയൊക്കെ മഴ തകർക്കുമെന്നാണ് പറയുന്നത്. SKN സൂചിപ്പിച്ചതുപോലെയാണ് അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുറ്റ്യാടി പുഴ കര കവിഞ്ഞു ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയും അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. 13 കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. തൊട്ടിൽപ്പാലം പുഴയും അതുപോലെ തന്നെ കടത്തറ പുഴയിലും ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പശുക്കടവിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള കുത്തൊഴുക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല കലങ്ങിയ വെള്ളമാണ് ഈ പുഴയിലൂടെ വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് 9 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആൻറ്റി ഷെൽട്ടറിലേക്കാണ് അവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെയാണ് തൊട്ടിൽപ്പാലത്ത് നിന്ന് 4 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ 13 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച സാഹചര്യമാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, നാളെ ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, മലയോര മേഖലയിൽ ശക്തമായ മഴയും അതേ തുടർന്നുണ്ടാകുന്ന
കെടുതികളും രൂക്ഷമായിരിക്കും. അത്തരമൊരു പശ്ചാത്തലത്തിൽ പരമാവധി രാത്രി യാത്ര ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് തീരമേഖല. തീരമേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനവും അതുപോലെ തന്നെ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. മഴ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. SKN. എറണാകുളത്തെ കനത്ത മഴയിൽ ഫ്ളാറ്റിന്റെ മതിൽ ഇടിഞ്ഞു വീണു. മതിലിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത്. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും. സൂര്യശ്രീ, എറണാകുളം ജില്ലയിൽ മഴ എങ്ങനെയുണ്ട്? മഴ ചില സ്ഥലങ്ങളിൽ കനത്ത് പെയ്യുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയിലെ എമ്പാടും പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ നഗരപ്രദേശങ്ങളിൽ ഇടവിട്ട മഴ മാത്രമാണുള്ളത്. നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്നാൽ വൃഷ്ടി പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങളൊക്കെ അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മലയോര മേഖലകളിലൊന്നും തന്നെ ശക്തമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കാക്കനാട് ജില്ലാ ജയിലിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി ഇത്തരത്തിൽ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഫ്ളാറ്റിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിരിക്കുന്നത്. കനത്ത മഴയിലാണ് ഇത്തരത്തിലൊരു നാശനഷ്ടം കാക്കനാട് ഉണ്ടായിരിക്കുന്നത്. മതിലിന്റെ ഏകദേശം 30 മീറ്ററോളമാണ് തകർന്നിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലും ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കനത്ത മഴയിൽ കുതിർന്നിരിക്കുകയാണെന്നൊക്കെ തന്നെയാണ് അവിടെ നിന്നും ആളുകളൊക്കെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നഗരമേഖലയിൽ ഇടവിട്ട് മാത്രമാണ് മഴയുള്ളത്. എന്നാൽ പെരുമ്പാവൂർ, കോതമംഗലം അങ്ങനെ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ കനത്ത മഴയാണ് ഉള്ളത്. ഏതായാലും നിലവിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത എടുത്തുകൊണ്ട് തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. SKN. സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പല കുട്ടികളും, നമ്മുടെ കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അവധി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവധിയുടെ വിശദാംശങ്ങൾ ഇതാണ്. ഇതുവരെ പ്രഖ്യാപിച്ചുള്ള അവധികളുടെ വിശദാംശങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 4 ജില്ലകൾക്ക് അവധി നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. അതുപോലെ കോഴിക്കോട്ടെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ 4 ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ഈ 4 ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റേതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൽക്ഷണം പ്രേക്ഷകരിലേക്ക് എത്തും. നമുക്കൊപ്പം തന്നെ തുടരുക. അപ്പോൾ രക്ഷകർത്താക്കളൊക്കെ നല്ല ടെൻഷനാണ്. നാളെ ഈ മഴയത്ത് എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ അയക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം. മലപ്പുറത്തും ശക്തമായ മഴ തുടരുന്നുവെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ബിപിൻ, മലപ്പുറത്തെ അവസ്ഥ എന്താണ്? ജില്ലയിലും കാര്യമായി മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ബ്യൂറോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും മലപ്പുറം ജില്ല അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ബിപിൻ സി വിജയൻ അല്പനിമിഷങ്ങൾക്കകം വിവരങ്ങളുമായി ചേരും. ബിപിൻ, കേൾക്കാമോ? ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയമല്ലേ, സിഗ്നലൊക്കെ പ്രോബ്ലം ആയിരിക്കും. ഇനി വിപിൻ്റെ ഫോൺ തന്നെ അടിച്ചു പോയെന്നറിയില്ല. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേർന്നു. വയനാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുർജിത്ത്, എങ്ങനെയാണ് വയനാട്ടിലെ അവസ്ഥ? മഴ കനത്ത് പെയ്യുന്നുണ്ടോ ഇപ്പോൾ? SKN, കനത്ത രീതിയിൽ തന്നെ മഴ പെയ്ത് തുടരുകയാണ്. ജില്ലയിൽ പുൽപ്പള്ളി, മുള്ളംകൊല്ലി അത്തരം മേഖലയിൽ ഒഴിച്ച് അവിടെ മഴ അത്ര വലിയ രീതിയിലുള്ള മഴയല്ല. പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല റോഡും വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക്
മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവധി അല്പസമയം മുമ്പാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഓറഞ്ച് അലേർട്ടാണ്. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ അംഗൻവാടികളും ട്യൂഷൻ സെൻ്ററുകളും മത പഠന ക്ലാസുകൾ, അതോടൊപ്പം സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണെന്നുള്ളതാണ് അറിയിപ്പ്. അതോടൊപ്പം തന്നെ ഈ PSC പരീക്ഷകൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. നാളെ ഊര് പൈതൃക കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിനും നാളെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ പല ഇടങ്ങളിലെല്ലാം തന്നെ മഴ ശക്തമായ രീതിയിൽ തന്നെ രാത്രിയിൽ തുടരുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. SKN തയ്യപ്പതാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തേക്ക് വിപിൻ സി വിജയൻ്റെ ഫോണൊക്കെ ശരിയായിട്ടുണ്ട്. വിപിൻ സി വിജയൻ, മലപ്പുറം ജില്ലയിലെ അവസ്ഥ എങ്ങനെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവിടെ അവധിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മഴ കനക്കുകയാണോ? അതെ, പോകുന്നുണ്ടെങ്കിൽ പോലും മേഘം കറുക്കുന്നു, വീണ്ടും അതൊരു വലിയ മഴയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ മലയോര മേഖലയിലൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അവിടുത്തെ പുഴകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ജലനിരപ്പ് പതിയെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു വെയിലുണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതിൻ്റെ ശബ്ദം വ്യക്തമല്ല. പക്ഷേ മലപ്പുറത്ത് മഴ കനത്ത് പെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധിയില്ല. 4 ജില്ലകളിൽ മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എന്നാൽ പാലക്കാടൊക്കെ കനത്ത മഴ പെയ്യുന്നു. പാലക്കാട് അവധി വേണം. എറണാകുളത്ത് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചില കുട്ടികളുടെ സംശയം, ഈ കളക്ടർമാരെല്ലാം ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ. അവർക്ക് ഉറങ്ങണ്ടേ? അവരൊന്നും ഉറങ്ങല്ല. ഈ മഴ സമയത്തൊക്കെയാണ് റവന്യൂ വകുപ്പിനും ഈ ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ വലിയ ജോലി വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഷാർജയിലേക്ക് പോകണം. ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ചിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും, നാട്ടിൽ സംസ്കരിക്കും. എന്നാൽ വിഭഞ്ചിയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം UAE തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റ് നടന്ന ചർച്ചയിൽ ഈ തീരുമാനമുണ്ടായി എന്നാണ് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചത് ഈ മകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കേരളപുരത്ത് സംസ്കരിക്കണമെന്ന രീതിയിലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും പ്രശ്നമില്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ എപ്പോഴാണ് ഈ തീരുമാനം മാറ്റിയത്? കൗൺസിൽ ഇപ്പോൾ അവിടെ നിലവിലിരിക്കുന്ന നിയമം അങ്ങനെ ആയതുകൊണ്ട് അവിടെ സംസ്കരിക്കേണ്ടി വരികയാണോ? തീർച്ചയായും SKN 2 ദിവസമായി നീണ്ടുനിന്ന അനിശ്ചിതങ്ങൾക്കാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വിഷയത്തിൽ മകൾ വൈഭവിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണമെന്നായിരുന്നു പിതാവിന്റെ ആവശ്യം. ഇതായിരുന്നു ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയത്. 2 പേരുടെയും മൃതദേഹം 2 ഇടങ്ങളിൽ സംസ്കരിക്കുന്നത് എന്നായിരുന്നു വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യം. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും ഹിന്ദു ആചാരപ്രകാരം തന്നെ സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നായിരുന്നു വിഭഞ്ചികയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമപ്രകാരം കുഞ്ഞിന്റെ അവകാശം രക്ഷിതാവിനാണ്. അതിനാൽ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അച്ഛനായ നിതീഷാണ്. നിതീഷ് കുഞ്ഞിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു. ഇന്നലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം പിതാവ് നിതീഷിന് അധികൃതർ ഇതിനോട് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ കുഞ്ഞിനെ സംസ്കരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പിന്നീട് ഇന്നലെ കോൺസുലേറ്റ് ഉൾപ്പെടെ ഇടപെട്ട് വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഈ മൃതദേഹം വിട്ടുകിട്ടണം എന്ന ആവശ്യമായി വിഭജികയുടെ ബന്ധുക്കൾ കോൺസുലേറ്റിനെ സമീപിച്ചു. തുടർന്ന് കോൺസുലേറ്റ് ഇരു വിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ഇന്ന് ഉച്ച മുതൽ കോൺസുലേറ്റ് ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തി. മണിക്കൂറുകളോളം ചർച്ച നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഈ വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനും മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനും തീരുമാനമായിരിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം നാളെ മിക്കവാറും ഈ ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഭജികയുടെ കുടുംബവും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിനോടകം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് നാളെ തന്നെ ഇവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എംബാമിങ്ങിന് ശേഷം ഉടൻ തന്നെ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നും നമ്മൾ കരുതുന്നുണ്ട്. അതിനായി നടപടികളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പുറമെ വിഭജികയുടെ അമ്മ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അമ്മയ്ക്ക് പുറമെ സഹോദരൻ ഇപ്പോൾ UAE യിലുണ്ട്. എന്തായാലും ഭർത്താവിനെതിരെയുള്ള നിയമ നടപടികളിൽ നിന്ന് പിന്മാറില്ല എന്ന് ബന്ധുക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇരുവരും ഷാർജ പോലീസിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന പരാതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ പോലീസ് കൃത്യമായി തന്നെ ഇടപെടുമെന്ന് ഇവരോട് ഉറപ്പ് നൽകിയതായി ബന്ധുക്കൾ നമ്മളോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നൽകിയ കേസുകളും ശക്തമായി മുന്നോട്ട് പോകുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം നാളെ UAE ദുബായിൽ സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മകളുടെ സംസ്കാരം UAE നടക്കും. വിഭജികയുടെ സംസ്കാരം
കേരളപുരത്തും നടക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്. മറ്റൊരു നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ കനത്ത മഴ പെയ്യുന്നു എന്ന് ഒരുപാട് പ്രേക്ഷകർ അറിയിക്കുന്നത്. ആലപ്പുഴയിലും കാര്യമായി മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ അവധി തരാത്ത കഷ്ടമായി പോയി എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. എന്നിട്ട് ചില ആൾക്കാർ പറയുന്നു താങ്കൾ പെട്ടെന്ന് കളക്ടറെ വിളിക്കൂ എന്നൊക്കെ പറയുന്നു. കളക്ടറിൻ്റെ തലയൊട്ടി പറിക്കണോ ഞാൻ കയറി വിളിച്ചിട്ട്? അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. കനത്ത മഴ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അതായത് ജില്ലാ ഭരണകൂടം നിങ്ങൾക്ക് അറിയിപ്പ് തരും. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട്ടിൽ +2 വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. 2 പേരെ പോലീസ് ഇതിനകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളും അയച്ചിരുന്നു. സുർജിത്ത്, നാടിനെ നടുക്കിയ ഒരു സംഭവമാണല്ലോ ഇത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN തലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പെൺകുട്ടി 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി 1-ാം പ്രതിയായിട്ടുള്ള ആഷിഖ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് പരാതി. ഇതിനുശേഷം നേരെ ഈ ജയരാജൻ്റെ സ്ഥാപനത്തിലെത്തിയ ശേഷം മദ്യം നൽകി ലൈംഗികമായി ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. മാത്രമല്ല, ഈ മദ്യം കുടിക്കാൻ ഈ കുട്ടി വിസമ്മതിപ്പിച്ചപ്പോൾ മുഖത്തടിച്ചു എന്നടക്കമുള്ള പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി സ്കൂളിലെത്തിയ പെൺകുട്ടിയുടെ മുഖം കണ്ട ശേഷം അധ്യാപകരാണ് ഇക്കാര്യം ആരാഞ്ഞത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. തുടർന്നാണ് തലപ്പുഴ പോലീസ് വിവരം അറിയിക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരവും ഒപ്പം തന്നെ BNS-ലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. SKN ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികളിൽ സുപ്രീം കോടതി ഇടപെടില്ല. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പുതുക്കിയ കീം റാങ്ക് പട്ടിക നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് വ്യക്തമാക്കി. കീം പരീക്ഷയിൽ പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ വർഷത്തെ പ്രവേശന നടപടിയിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു. പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്നും അതിനാൽ അപ്പീൽ നൽകുന്നില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്നാണ് CBSE-യുടെ നിലപാട്. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ പ്രോസസ്സ് നിർത്തിവെക്കാനോ അതിലെന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനോ കോടതി ആഗ്രഹിക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി നമ്മുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പുതുക്കിയ കീം റാങ്ക് പട്ടിക നടപ്പാക്കുമെന്നും അടുത്ത മാസം 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി. 24 ഡൽഹി. തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 5 ജില്ലകളിൽ നാളെ അവധി ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. കോഴിക്കോട് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. വയനാട്ടിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. കണ്ണൂർ സ്കൂളുകൾക്ക് മാത്രം നാളെ അവധി പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായി ഇപ്പോൾ 5 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ കാലാവസ്ഥാ വകുപ്പ് ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പുഴകളിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങാതെ വീട്ടിൽ തന്നെ ആളുകൾ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ അവധിക്കാലം അതായത് കാര്യം വനപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പുഴയിൽ ജലനിരപ്പ് ഉയരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് വിവിധ വകുപ്പുകൾ നൽകിക്കഴിഞ്ഞു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ പറന്നുയർന്ന വിമാനം സാങ്കേതിക തകരാറ് കാരണം താഴെ ഇറക്കി. കൊച്ചിയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോവുകയായിരുന്ന അലയൻസ് എയർ വിമാനമാണ് തകരാറിലായത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. പറയൂ സൂര്യശ്രീ. SKN കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട അലയൻസ് എയർ വിമാനത്തിനാണ് ഇത്തരത്തിൽ തകരാർ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട അലയൻസ് എയർ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലാകുന്നത്. ഇത്തരത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം തിരികെ പാർക്കിംഗ് ബേയിലേക്ക് ഉടൻ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. 40 യാത്രക്കാരായിരുന്നു ആ സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി തന്നെ വിമാനം തിരികെ പാർക്കിംഗ് ബേയിലേക്ക് തിരിച്ചിറക്കി. എഞ്ചിനീയറിംഗ് വിഭാഗം
വിഭാഗം നിലവിൽ തകരാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനത്തിന്റെ ഇന്നത്തെ സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ്. 40 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ 40 യാത്രക്കാരെയും പറഞ്ഞുവിട്ടിരിക്കുകയാണ്. നാളെ മാത്രമായിരിക്കും തകരാർ പരിഹരിച്ചതിന് ശേഷം നാളെ മാത്രമായിരിക്കും സർവീസ് പുനരാരംഭിക്കുക എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. SKN ഒരു വാർത്തയിലേക്ക്. ഡൽഹി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബോംബ് ഭീഷണി കേസിൽ 12 വയസ്സുകാരൻ പോലീസ് പിടിയിലായി. സെന്റ് സ്റ്റീഫൻ കോളേജിലും സെന്റ് തോമസ് സ്കൂളിലും ബോംബ് വെച്ചുവെന്ന് സന്ദേശം നൽകിയത് ഒരു 12കാരനാണെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിന് അവധി കിട്ടാൻ വേണ്ടിയാണ് തന്റെ ഭീഷണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. ആരെ? ഈ 12 വയസ്സുകാരൻ്റെ. അജീഷ് ജയകുമാർ അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. പറയാ അജീഷ്. ഇന്നലെ രാവിലെയാണ്, അതായത് ചൊവ്വാഴ്ച രാവിലെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലും ഒപ്പം തന്നെ സെന്റ് ജോസഫ് സ്കൂളിലും 2 ഭീഷണി സന്ദേശം എത്തിയത്. ആ ഭീഷണി സന്ദേശത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ബോംബ് വെച്ചിട്ടുണ്ട് ക്യാമ്പസുകൾക്കുള്ളിൽ, സ്കൂളിനുള്ളിൽ എന്നാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തി അവിടുത്തെ വിദ്യാർത്ഥികളടക്കം മാറ്റി വലിയ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതൊരു വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൗത്ത് ഡൽഹിയിലുള്ള ഒരു 12കാരനെ അത് ഈ മെയിൽ അയച്ചതെന്ന് കണ്ടെത്തിയത്. ഈ 12കാരൻ ഇത് അയച്ചത് ഈ സ്കൂളുകൾക്ക് മറ്റും അവധി കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ് കൗൺസിലിംഗിനിടെ പറഞ്ഞത്. ഈ വിദ്യാർത്ഥി പഠിക്കുന്നത് ഈ സ്കൂളിലോ ഈ കോളേജിലോ ഒന്നുമല്ല. 12 വയസ്സേ ആയിട്ടുള്ളൂ. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ പുറത്തു പോയിരിക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ മെയിലുകൾ അയച്ചത്. ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തറിയുന്നത്. എന്തായാലും കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് തന്നെ കുട്ടിയെ വീട്ടുകാരോടൊപ്പം പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ മറ്റ് ചില കേസുകൾ കൂടി കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കേസുകളിലൊക്കെ തന്നെ അത് ആരാണ് ഈ ഭീഷണി സന്ദേശം അയച്ചത് എന്നുള്ളത് അതിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. വടക്കൻ കേരളത്തിൽ കാര്യമായി മഴ കനത്ത് പെയ്യുകയാണ്. 5 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചില കുട്ടികൾ പറയുന്നു എറണാകുളത്ത് കാര്യമായി മഴയുണ്ട്, മലപ്പുറത്ത് കാര്യമായി മഴയുണ്ട്, ഈ ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിക്കണം. ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇവിടെയാണ് തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ. ഈ 5 ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില കുട്ടികൾ പറയുന്നു ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് കോഴിക്കോട്ട് അവധി കൊടുക്കണം, കാര്യം അവർക്കും പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇന്ദു പ്രകാശ് പറയുന്നത് എല്ലായിടത്തും മഴ തന്നെ. കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് മാത്രമേ അവധിയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അതേസമയം തൃശ്ശൂരിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. അതുപോലെ വയനാട്ടിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല എന്ന് പ്രത്യേകിച്ച് അറിയിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മഴയാണ്. ഇന്ദു പ്രകാശ് പറയുന്നു ഇങ്ങനൊരു മഴ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ പോയാൽ 19-ാം തീയതി വരെ പെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന പേടി. അങ്ങനെ പേടിക്കണ്ട, അങ്ങനെ ഒലിച്ചു പോകത്തൊന്നുമില്ല. ഒലിച്ചു പോകാനാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകുമായിരുന്നു. ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊഴിച്ചു മൂടി എന്ന വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ധർമ്മസ്ഥല ദേശീയ ശ്രദ്ധ നേടിയിരിക്കുന്നു. ഒരുപാട് ദുരൂഹതകൾ ഈ പറയുന്ന ആരോപണങ്ങളിലുണ്ട്. മറ നീക്കുമോ ദുരൂഹത? നമ്മൾ അന്വേഷിക്കുന്നു. രാജ്യത്ത് നടന്നുകൂടാത്ത കാര്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. മാത്രമല്ല നിയമവ്യവസ്ഥ നേരെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. നമ്മുടെ വാർത്താസംഘം അവിടെയുണ്ട്. ധർമ്മസ്ഥലയിലെ തെളിവെടുപ്പിൽ നിന്ന് പോലീസിൻ്റെ ദുരൂഹമായ പിന്മാറ്റം. ധർമ്മസ്ഥല സ്നാനഘട്ടത്തോട് ചേർന്ന കാട്ടിൽ തെളിവെടുപ്പിനായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി എത്തിയെങ്കിലും പോലീസ് വന്നില്ല. അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷം തൊഴിലാളി മടങ്ങിപ്പോയി. 24 എക്സ്ക്ലൂസീവ്. സുരക്ഷാ ഭീഷണിയുള്ള സാക്ഷി എത്തി, പക്ഷേ പോലീസ് വന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണത്രേ. രാജ്യം ഒന്നടങ്കം നടുങ്ങിയ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ ധർമ്മസ്ഥല പോലീസിന്റെ ഗുരുതര അനാസ്ഥ. മൂന്ന് മണിയോടെ സാക്ഷിയും അഭിഭാഷകരും എത്തി. കാറിൽ കാത്തിരിപ്പ് തുടങ്ങി. പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ച പ്രതിക്കൊപ്പം പേരിനു പോലും ഒരാളില്ല. പിന്നീട് മഫ്തിയിൽ 2 പോലീസുകാർ എത്തി. വൈകാതെ അറിയിപ്പ് വന്നു, ഇന്ന് തെളിവെടുപ്പിന് പോലീസ് എത്തില്ല. നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിട്ടും സാക്ഷി വന്നിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് എത്താതിരുന്നതെന്ന് ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ പറയുന്നു. തെളിവെടുപ്പിന് എന്ന് നടക്കുമെന്ന കാര്യത്തിൽ പോലീസിന് മറുപടിയില്ല. പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചേക്കും. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അവിടെ പോയതിന് ശേഷം
എന്താണ് പ്രത്യേകിച്ച് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? സുരക്ഷാ ഭീഷണിയുണ്ടോ? അതാദ്യം പറയും. SKN ധർമ്മസ്ഥലയിൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരല്പം മാറി നിൽക്കുകയാണ്. ഇവിടെ നിന്നൊരു ആ ധർമ്മസ്ഥലയുടെ ബോർഡർ കടന്നാൽ പിന്നെ അത് ഇന്ത്യയുടെ ഭാഗമാണോ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളൊക്കെയാണോ അവിടെ ഉള്ളത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ കാണുന്നത്. കാരണം ആ മണ്ണിന് ഒരു പ്രത്യേക നിയമമാണ്. ആ നിയമം, ആ അലിഖിത നിയമങ്ങൾ ചിലർ ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അത്തരത്തിലാണ് ആ മണ്ണ് ഭരിക്കപ്പെടുകയും ചെയ്യുന്നത്. അവിടെ തങ്ങൾക്കെതിരെ ആരു നിന്നാലും അവരൊക്കെയും പതിയെ അപ്രത്യക്ഷമാകും. അത് ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ അവർ വാഹനമിടിച്ച് കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കൊല്ലും. അങ്ങനെ ചിലരൊക്കെയും സ്ലോ പോയിസൺ ചെയ്തു പോലും കൊല്ലപ്പെട്ട പലരുമുണ്ട് എന്നുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. ഇതൊരിക്കലും ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ അത് ഈ ലൈംഗികത മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയൊരു ആക്രമണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കലായുള്ള റീസൺസ് പോലും ഇതിൻ്റെ പിന്നിലുണ്ട്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്ന് കണ്ടുപോലും ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കാൻ തയ്യാറാകുന്നവരുടെ പോലും കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ വലിയ കഥകൾ ഇവിടെ വന്നതിന് ശേഷം കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു ബോർഡർ താണ്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യം, നിങ്ങൾ ആരുടെ സംരക്ഷണത്തിലാണ്, നിങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്നാണ് ഓരോ ആളുകളും റോഡിൽ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നത്. പലരും പറയാതെ പറയുന്ന ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെയും ഒരു 10-40 വർഷമായി നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി, അതൊരു എഴുതപ്പെട്ട നിയമവ്യവസ്ഥയല്ല, മറിച്ച് ഒരു കുടുംബം, ഒരു കൂട്ടം കൈയാളുന്ന, ഒരു വലിയ ഗ്യാങ് കൈയാളുന്ന ഒരാളിൽ നിന്ന് വരുന്ന എന്തൊക്കെ കമാൻഡുകളുണ്ടോ അതൊക്കെയും ഇവിടെ നടപ്പിലാക്കപ്പെടും. അയാൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ വിഭാഗം ആഗ്രഹിക്കുന്നതനുസരിച്ച് മാത്രം ഭരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ധർമ്മസ്ഥല. അത് ഏറ്റവും ചെറിയ കണ്ണി മുതൽ ഏറ്റവും ഉയർന്ന കണ്ണി വരെ അതിലുണ്ട്. കാരണം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇവിടെ വരാറുണ്ട്. അതിന് പാർട്ടി ഒരു ബാധകമല്ല, അതിന് പാർട്ടി ഒരു അതിർവരമ്പല്ല. അതിൽപ്പെട്ട എല്ലാവരും ഇവിടെ വന്നു പോകാറുണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്, ഇവർ തിരിച്ചങ്ങോട്ടും സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പാർട്ടിപരമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഏതൊരാളും ഇവിടെ വന്നാലും അവരെ ചുറ്റിപ്പറ്റി അവരെ നിരീക്ഷിക്കാൻ ഒരു റഡാർ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റഡാറിൽ പെടാതെ പോവുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയും പലരും അങ്ങനെ പിന്തുടരുകയും പലരും അങ്ങനെ പല നോട്ടങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ഉണ്ട്. അത് ഇത്ര പേര് ഇവർ കൊന്നു എന്ന് നമ്മളത് പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ അതിനപ്പുറം ഈ മണ്ണിൽ ഇത്രയും പേരെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ അതാര്, എന്തിന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതൊക്കെയും ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം വേണം. അതിന് മുന്നിൽ നിൽക്കേണ്ട പോലീസ് സംവിധാനമാണ് ഇന്ന് ആ സാക്ഷിയെ, അതായത് ഇത്രയധികം വധഭീഷണി നേരിടുന്ന ഒരു സാക്ഷിയെ അത്രയും സമയം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ആ പോലീസ് ഒളിച്ചുകളി നടത്തിയത്. എന്തായാലും ഇതിൻ്റെ സത്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ പുറത്തു വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, മുഹമ്മദ് റയീസാണ് ധർമ്മസ്ഥലയിൽ നമുക്കിപ്പം ചേർന്ന്. എന്തായാലും കെയർ എടുക്കട്ടെ, അവിടെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ശക്തമായ മഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി. ദേശീയപാത 766 കോഴിക്കോട് കൊല്ലകൽ റോഡിൽ ഇരിങ്ങാപ്പുഴയിൽ റോഡിൽ വെള്ളം കയറി. മഴ തുടർന്നാൽ ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾ ഊർജിതമായിരിക്കെ വധശിക്ഷയിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഇന്നും ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ തുടരുന്നുവെന്നാണ് യമനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മോചനത്തിന് കടമ്പകളേറെ. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്നും എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നുമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പ്രതികരണം. സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമൻ മതപണ്ഡിതർ അനുനയ നീക്കം തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക.
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച ശേഷമായിരുന്നു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ പ്രതികരണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തി AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടു. വധശിക്ഷ ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ദുബായ് ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. രജിത് KS പറയുന്നു, നിമിഷപ്രിയയുടെ കാര്യത്തിൽ പലവരെയും ചർച്ചയ്ക്ക് വിളിച്ച് പലതും വിളിച്ചു പറയിച്ച് നിങ്ങൾ മാധ്യമക്കാരാണ്, അതുകൊണ്ട് ഈ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെക്കേണ്ട. ഞാൻ പറഞ്ഞ മാധ്യമങ്ങളും ഇതിൽ രക്ഷപ്പെടുന്നില്ല, അവരെ മാത്രം മാറ്റി നിർത്തുന്നില്ല. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മറ്റുള്ള പ്രചാരണ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. കാര്യം നമ്മുടെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്ന പോലെ തന്നെ എം നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ കേരളത്തിൽ പല സ്ഥലത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തുന്നു, ഈ സെനയിലൊക്കെ തന്നെ അറിയുന്നു, അവരെ കുടുംബാംഗങ്ങൾ അറിയുന്നു. അപ്പോൾ കുറ്റവാളിയെ നിരപരാധിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ മിണ്ടരുത്, നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയൊന്നും പാടില്ല. അവരുടെ നാട്ടിൽ പോയി നമുക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യത്ത് പോയി ഇതൊക്കെ നടപ്പിലാക്കിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല, വളരെ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി സംയമനം പാലിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നിമിഷപ്രിയ കേസിൽ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി തലാലിൻ്റെ സഹോദരൻ. നിമിഷപ്രിയയെ ചൂഷണം ചെയ്യുകയോ പാസ്പോർട്ട് തടഞ്ഞു വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ അപവാദങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. കുറ്റകൃത്യത്തെ മാധ്യമങ്ങൾ ന്യായീകരിക്കുന്നു. കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളെന്നും തലാലിൻ്റെ സഹോദരൻ കുറ്റപ്പെടുത്തി. സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. സമീർ, ശരിക്കും ഈ സഹോദരൻ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു, ഇപ്പോൾ വൈകുന്നേരം ആണ് ലേറ്റസ്റ്റ് പോസ്റ്റ് അല്ലേ? SKN രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്താണ് ഒരു വിധത്തിലും വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നത്. അതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു പോസ്റ്റ് കൂടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ആ പോസ്റ്റിൽ പറയുന്നത്, ഈ വിഷയത്തിലൊക്കെ മാധ്യമങ്ങൾ നിമിഷപ്രിയയെ വലിയ രീതിയിൽ ലാളിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിഗണനയാണ് നൽകുന്നത്. എന്നാൽ അവർ കുറ്റവാളിയാണ്, ഒരു കൊലപാതകം ചെയ്തവരാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത്. അവർ ചെയ്യുന്നത് കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണ്. ആ വിധത്തിൽ പൊതുജനാഭിപ്രായം തേടാനും അങ്ങനെ ഒരു ഇരയുടെ വാദം മുൻനിർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് തങ്ങൾ ഒരുക്കമല്ല, ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് കൂടി ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എഴുതിയിരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു കുപ്രചരണം നവമാധ്യമങ്ങൾ ഉൾപ്പെടെ നടന്നു വരികയാണ്. അതായത് ഈ വിഷയത്തിൽ ഒരു ഇരയ്ക്ക് ലഭ്യമാകേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ അവർക്ക് മാപ്പ് നൽകാൻ കഴിയും, പ്രായശ്ചിത്തം ചെയ്യാൻ ഈ കുടുംബം ഒരുക്കമാവുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു കുപ്രചാരണം നടന്നു വരികയാണ്. അതായത് ഇത്തരത്തിൽ ഒരു ഘട്ടമുണ്ടാകുമ്പോൾ ആ പെൺകുട്ടിക്ക് തങ്ങളുടെ സഹോദരൻ്റെ രക്തം വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രക്തത്തിന് പണം വാങ്ങിക്കൊണ്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള അർത്ഥം വരുന്ന ചില വാക്കുകളും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുമൊക്കെ നവമാധ്യമങ്ങൾ ഉയരുന്നുണ്ട്. ഇതൊക്കെ തന്നെ എമ്മിലുള്ള ആളുകൾ കാണുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വളരെ തന്മയത്തോടു കൂടെ വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നുള്ള ഒരു കാര്യമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, സമീർ C മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണപ്രിയ പറയുന്നു, ഈ കോളേജിൽ പോകും നമ്മളെന്തോ വാട്ടർ പ്രൂഫ് ആണെന്ന ഈ അധികാരികളുടെ കാര്യം അവധി പ്രഖ്യാപിക്കുമ്പോൾ സ്കൂളുകൾക്ക് മാത്രം എന്നുള്ളത്. സംസ്ഥാനത്ത് കനത്ത മഴ പ്രമാണിച്ച് 5 ജില്ലകൾക്ക് നാളെ അവധിയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്ട് പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. വയനാട്ടിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സ്കൂളിലെന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെ ഇതിൽ ബാധകമാണ്. തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. നാളെ ഈ 5 ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയൊരു ഇടവേള കഴിയുമ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് വരാം, പ്രത്യേകിച്ചും മഴ വാർത്തകളിലേക്ക്. പ്രൈം ടൈം തുടരുകയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളം കയറി. തൊട്ടിൽപ്പാലം പുഴയിലും കടത്തറ പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരം കടപുഴകി വീണ് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദും കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയും ചേരുന്നു. ആദ്യം കോഴിക്കോട്ടേക്ക്. സമീർ C മുഹമ്മദ്, വിവരങ്ങൾ. ഈ നാഷണൽ ഹൈവേയിൽ വെള്ളം കയറിയതുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടോ? SKN ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ വിധത്തിൽ ശക്തമായ മഴ തുടരുകയാണ് എങ്കിൽ
ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. കാരണം അത്രയേറെ വെള്ളം ഇപ്പോൾ കയറിയിരിക്കുന്നു. വാഹനങ്ങൾ വളരെ പതിയെ മാത്രമേ കടന്നു പോകാൻ കഴിയുന്നുള്ളൂ. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ ചക്രമുള്ള വാഹനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവരുടെ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുമ്പോൾ കാലിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർക്കും അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. വാഹനത്തിലേക്ക് വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മഴ കനക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും, വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായും ഈങ്ങാപ്പുഴ ഭാഗത്താണ്, താഴ്ന്ന പ്രദേശം, ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ SKN സൂചിപ്പിച്ചതുപോലെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറ്റ്യാടി മേഖലയിലാണ്. കുറ്റ്യാടിപ്പുഴ കര കവിഞ്ഞു ഒഴുകുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ മേഖലയിൽ വനമേഖലയോട് ചേർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള സംശയം കൂടിയുണ്ട്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അവിടെ 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റും ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമായാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ നാളെ ജില്ലയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. SKN. ഓക്കെ, ഇനി കൊച്ചിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ മരം കടപുഴകി വീണ് 2 യാത്രികർക്ക് പരിക്കേറ്റു എന്ന വാർത്തയുണ്ട്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സൂര്യശ്രീ, എവിടെയാണ് മരം വീണത്? ഈ പരിക്ക് ഗുരുതരമാണോ അതോ നിസ്സാരമാണോ? SKN അല്പസമയം മുമ്പാണ് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി റോഡിലേക്ക് വീണത്. വഴിയാത്രക്കാരായ 2 ബൈക്ക് യാത്രികർക്ക് മേൽ ഇത്തരത്തിൽ മരം വീണിരിക്കുകയാണ്. 2 ബൈക്കുകൾക്ക് മേലെയാണ് മരം കടപുഴകി വീണിരിക്കുന്നത്. യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതല്ല, ചെറിയ തോതിലുള്ള പരിക്കുകളാണ് യാത്രക്കാർക്കുള്ളത്. എങ്കിലും മരം റോഡിന് കുറുകെ വീണ് കിടക്കുകയാണ്. നിലവിൽ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ പ്രദേശത്ത് നിന്ന് റോഡിൽ നിന്നും ഈ മരം മുറിച്ചു മാറ്റും എന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. SKN. താങ്ക് യു. സൂര്യശ്രീയാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയിലെ അധികാര വടംവലിക്കും ഭരണസ്തംഭനത്തിനും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. വൈസ് ചാൻസലറുടെ വിലക്ക് തള്ളി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ സർവകലാശാലയിലെത്തി. ഈ വാഹനത്തിൻ്റെ കീയെടുത്ത് ഗാരേജിൽ ഇടണം എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പിന്നാലെ KS അനിൽകുമാറിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഓൺലൈനായിട്ട് ഒരു യോഗവും വിളിച്ചു. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ KS അനിൽകുമാറിനെ ഒഴിവാക്കി സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗമാണ് VC വിളിച്ചു ചേർത്തത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ പങ്കെടുത്തത് മിനി കപ്പനാണ്. 93 വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളയിൽ പ്രവേശനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. രജിസ്ട്രാർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം തടയാൻ കഴിഞ്ഞ ദിവസം VC നടത്തിയ നീക്കം സർവകലാശാല തള്ളിയിരുന്നു. സെക്യൂരിറ്റി ഓഫീസറോട് ഡ്രൈവറിൽ നിന്ന് വാഹനത്തിന്റെ താക്കോൽ വാങ്ങി മിനി കാപ്പിനെ ഏൽപ്പിക്കാനായിരുന്നു VCയുടെ ഉത്തരവ്. എന്നാൽ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിലെത്തി. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. സർവകലാശാല ആസ്ഥാനത്ത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പ്രതികരിച്ചത്. നിങ്ങളെ ആരെങ്കിലും തടയുകയോ ആക്രമിക്കുകയോ ചെയ്തോ എന്ന് കോടതി ചോദിച്ചു. തടസ്സം നേരിട്ട തീയതിയും സമയവും ഉൾപ്പെടെ കോടതിയിൽ തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാലയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും VC അധികാര ദുർവിനിയോഗമാണ് നടത്തുന്നതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർവകലാശാല ഭരണസ്തംഭനത്തിൽ KSU പ്രതിഷേധ ധർണ നടത്തി. തിരുവനന്തപുരം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ നേരിയ മാറ്റം വന്നിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മേഘന? സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ രാത്രി അതിതീവ്ര മഴ ഈ ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി വരുന്നത്. അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ
ഓറഞ്ച് അലർട്ടും അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയും വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകും. ഇപ്പോൾ റെഡ് അലർട്ടുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലടക്കം നാളെ ഓറഞ്ച് അലർട്ടാണ്. അങ്ങനെ നാളെ വടക്കൻ കേരളത്തിൽ, കോഴിക്കോടും വയനാടും ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും, ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിലും 19-ാം തീയതി വരെ ഇതുപോലെ കാലവർഷം മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കോഴിക്കോട് വിലങ്ങാട് മലയോര മേഖല അതിതീവ്ര മഴ, അതിശക്തമായി മഴ പെയ്യുന്നു. പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിൽ മുങ്ങിയെന്നും വാർത്ത. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മത്തച്ചീളി മേഖലയിലും മഴ തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് മഴയായതുകൊണ്ട് നല്ല ജാഗ്രത വേണം. നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. അതോടൊപ്പം ജാഗ്രതയും ഉണ്ടാകട്ടെ. ഗുഡ് ബൈ.